കലോത്സവത്തിൽ സംസ്കൃത ഇനങ്ങളിലെ എഴുത്തിലായാലും പ്രഭാഷണമായാലും തീപ്പൊരി പാറിക്കുന്ന ഒരു പെൺകുട്ടി. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരഞ്ജന VM ഇക്കുറിയും സംസ്കൃതോത്സവത്തിൽ പതിവ് പോലെ മിന്നിത്തിളങ്ങി. ഭാരതമസ്മാകം മാതാ തസ്യാഹ സ്വാവലംബനമേവ മമ ലക്ഷ്യമിതി വിചാരഃ ഹൃത്സ്പന്ദനമിവാസ്മാസു ഭവതു. അത്യന്ത സമൃദ്ധം ശാന്തിയുക്തം പരോപകാര നിരതം ച ഏകരാഷ്ട്രം ഭവതു മമ ഭാരതം ഇതി സംപ്രാർത്ഥി വിരമാമി. ജയതു സംസ്കൃതം, ജയതു ഭാരതം. സബ് ജില്ലയും കടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സംസ്കൃത ഇനങ്ങളിൽ നിരഞ്ജന മിന്നും താരമാകാൻ തുടങ്ങിയിട്ട് ഇത്തവണ കൂടിയാകുമ്പോൾ 3 വർഷം. 2022 ചമ്പു പ്രഭാഷണത്തിലായിരുന്നു തുടക്കം. പിന്നെ സംസ്കൃത പ്രഭാഷണം. ഇക്കുറി എഴുത്തു മത്സരത്തിലും മികവ് തെളിയിച്ചു. ഉപന്യാസ രചനയിൽ A ഗ്രേഡ് നേടിയ നിരഞ്ജന പ്രഭാഷണത്തിലും നേടിയത് A ഗ്രേഡ് തന്നെ. തന്റെ നേട്ടങ്ങളിൽ നിരഞ്ജനയ്ക്ക് ആദ്യം നന്ദി പറയാനുള്ളത് അമ്മ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയോട്. പിന്നെ ഈ വിധം തന്നെ പരിശീലിപ്പിച്ച സംസ്കൃത അധ്യാപകൻ ശ്രീകുമാർ സാറിനോടും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റ് അധ്യാപകരോടും. എനിക്ക് ആദ്യം തന്നെ വളരെ സന്തോഷമെന്ന് പറയുന്നത് ഈ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിൽ 2 ഇനങ്ങളിൽ ചമ്പു പ്രഭാഷണത്തിലും സംസ്കൃതം പ്രഭാഷണത്തിലും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ തന്നെ അമ്മയുടെ അനുഗ്രഹം, മാതാ അമൃതാനന്ദമയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ എന്നെ ഇവിടെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ശ്രീകുമാർ സാറും എൻ്റെ അധ്യാപകരും എല്ലാവരും വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ. തുടർച്ചയായി 3 വർഷവും പ്രഭാഷണത്തിൽ A ഗ്രേഡും 2 വർഷമായി ചമ്പു പ്രഭാഷണത്തിൽ മികച്ച വിജയവും നേടിയ നിരഞ്ജന ഹൈസ്കൂൾ തല മത്സരങ്ങളിൽ നിന്ന് ഇത്തവണ വിടവാങ്ങുകയാണ്. എങ്കിലും അടുത്ത തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അമൃതയുടെ മത്സരാർത്ഥിയായി തന്നെ കലോത്സവ വേദിയിലേക്ക് എത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയിലാണ്. സൈനികനായ പാരിപ്പള്ളി സ്വദേശി വിജികുമാർ മഞ്ജുഷ ദമ്പതികളുടെ ഏക മകളാണ് ഈ 15-കാരി. ഭാരത് ഭവനിലെ സംസ്കൃത കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് വാളത്തുകലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.